കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലസുമിട്ടൊരു മൊഞ്ചത്തെ കൂന്താലി പുഴയൊരു വമ്പത്തെ കൂന്താലി പുഴയൊരു വമ്പത്തെ. ഹായ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മനോഹരമായിട്ടുള്ള ഗ്ലോക്സീനിയ പൂക്കളെ കുറിച്ചിട്ട് പറയാനാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കെയറിങ്ങും എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പോട്ടിംഗ് മിക്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അത്യാവശ്യം ഇത്ര വലുപ്പം ഉണ്ടായിരുന്നില്ല ചെടി, നല്ല ചെറിയ ചെടി തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതിന്റെ ശേഷം ഉടനെ തന്നെ ഞാൻ റീപോട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതേ ചട്ടിയിൽ തന്നെയായിരുന്നു, ചെറിയ ചെടിയായിരുന്നു, ഇത്ര വലുപ്പം വന്നിട്ടില്ല. ഇതിപ്പോ കണ്ടില്ല നിങ്ങൾ, ഒരു ഇല തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. പിന്നെ ഭയങ്കര നല്ലൊരു സോഫ്റ്റ് ഒരു വെൽവെറ്റ് ടെക്സ്ചർ ആട്ടോ, ഈവൻ ഇലക്കായാലും ഈവൻ പൂക്കൾക്കായാലും. അപ്പൊ പൂക്കൾക്കാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഈ ഒരു ചെടിയുടെ ഒരു മെയിൻ സംഭവം തന്നെ അതിന്റെ പൂക്കളാണ്. അപ്പൊ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് ബ്ലൂം ചെയ്തോട്ടെ, എന്നിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പൊ ബ്ലൂം ചെയ്തപ്പോൾ എന്താ ഇപ്പൊ ഇതിനൊക്കെ ഒരു വാട്ടം കുടുങ്ങിയിട്ടുണ്ട്. ഇത് വേറൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെയൊക്കെ പല ദിവസങ്ങളായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ക്ലബ് ചെയ്തിടാം. അപ്പൊ ഇത് വേറെ ഒന്നാണ്. ഇത് അത്യാവശ്യം വാടി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. പൂക്കൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് വാട്ടം വരുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, ഹെൽത്തിയാണ് പ്ലാന്റ്. ഇത് നമ്മുടെ ചെടിയിൽ ആദ്യമായിട്ട് മുട്ടുകൾ വന്നിട്ടുള്ളൊരു സ്റ്റേജ് അപ്പം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ റീപോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ശരിക്കും ഒരു ചെടി മേടിച്ച് വീട്ടിൽ വെക്കുമ്പം ഉടനെ തന്നെ നമുക്ക് റീപോർട്ട് ചെയ്യാനുള്ളൊരു ഇത് തോന്നും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ആ ചെടീനെ പറ്റി പഠിച്ച് എന്തൊക്കെയാണ് അതിൻ്റെ ബിഹേവിയറൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം. വെച്ചാൽ പുതിയൊരു ചെടിയല്ല, അപ്പം നമ്മളത് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെന്ത് ചെയ്യാൻ, റീപോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ ചെടിക്ക് പെട്ടെന്നൊരു ഷോക്കും കാര്യങ്ങളൊക്കെ വരും. ആ ഒരു ക്ലൈമറ്റായിട്ട് അഡ്ജസ്റ്റ് ആവാൻ അതിന് ഒരു കുറച്ച് സമയം കൊടുക്കണം. അത് കണ്ടോ, അതിന് ശേഷം വന്ന് മുട്ടുകളാണിതൊക്കെ. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ആഫ്രിക്കൻ വയലറ്റിന്റെ ചെടി ഉണ്ടല്ലോ, അപ്പൊ അതിന്റെയൊക്കെ ഏകദേശം ഒരു സെയിം പോട്ടിംഗ് മിക്സ് തന്നെയാണ് നമുക്ക് ഇതിൽ വേണ്ടത്. എന്നിട്ട് ശരിക്കും ഇതിന്റെ ഉള്ളിൽ തൊട്ട് നോക്കിയാൽ തന്നെ കാര്യം മെയിൻ ആയിട്ട് ഇവർ ചകിരിച്ചോറ് തന്നെയാണ്. ഈ നഴ്സറിയിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോൾ തന്നെ ചകിരിച്ചോറിൽ തന്നെയാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പം ശരിക്കും പെർലൈറ്റും ചകിരിച്ചോറും, ഇനി വേണമെങ്കിൽ കുറച്ച് ഗാർഡൻ സോയിൽ ഇട്ട് വെച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ ഇവരുടെ ഈ ഒരു പോട്ടിംഗ് മിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിറയെ ചകിരിച്ചോറ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുക. പക്ഷെ ആ ഒരു മീഡിയമാണ് ശരിക്കും ഈ ഒരു ചെടിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് മോയ്സ്ചർ അതിന് എപ്പോഴും ഇഷ്ടമാണ്. അത് വെച്ചിട്ട് നമ്മൾ ഡെയിലി ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അതിന് ആവശ്യത്തിനനുസരിച്ച് തൊട്ട് നോക്കുക. ഈർപ്പുണ്ടെങ്കിൽ ഡ്രൈ ആവാൻ തീരെ അനുവദിക്കരുത്. ഡ്രൈ ആയി കഴിഞ്ഞാൽ ചെടി മൊത്തമായിട്ട് പെട്ടെന്ന് തന്നെ നശിച്ചു പോയി, പെട്ടെന്നൊരു വാട്ടം ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന കാണാൻ പറ്റും. ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചെടിയാണ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പൂക്കൾക്ക് തന്നെയാണ് ഇതിന് പ്രാധാന്യമുള്ളത്. അപ്പം ഈ ഒരു ചെടി ഇതിന്റെ പൂക്കൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ എനർജി ഇത് ഈ ഒരു പൂക്കളിലേക്ക് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ഫുള്ളായിട്ടുള്ള തന്നെ ഈ പൂക്കൾ പോയി കഴിഞ്ഞാൽ ഈ ചെടിക്ക് അത്ര ഭംഗിയില്ല, ഇല തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു ചെടീന്റെ എനർജി മൊത്തം ഈ ഒരു പൂവിനാണ് അത് കൊടുക്കുന്നത്. അപ്പം ശരിക്കും അപ്പം നന്നായിട്ട് അതിന്റെ ഒരു ഭംഗി തന്നെ ഇത് ഈ പൂക്കളായത് കാരണം ഈ പൂക്കൾ ഒരു 2-3 ദിവസം തന്നെയാണ് ഒരു പൂവ് നിൽക്കുന്നത്. പിന്നെ ഒരു വാട്ടൊക്കെ വന്ന് പിന്നെ നമ്മൾ വെക്കുന്ന ഒരു സ്ഥലത്തിനനുസരിച്ചിട്ടേക്കും ബ്രൈറ്റ് ലൈറ്റിലാണ് നമ്മൾ വെക്കേണ്ടത്. അതായത് വെയിലത്തല്ല, നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കുക. പക്ഷെ അവിടെയും ചിലപ്പം ഇപ്പം ഞാൻ വെച്ചൊരു സ്ഥലം അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് വെയിൽ ഡയറക്റ്റ് അല്ലാതെ ഈ ട്രാൻസ്പെറന്റ് ആയിട്ട് കിട്ടുന്ന വെയിലിൽ വെച്ച സ്ഥലത്ത് തന്നെയാണ്. അപ്പം അത് കാരണം ഒരു വാട്ടം ഇതിന് എനിക്ക് ഇപ്പം ആദ്യം വെച്ച സ്ഥലത്ത് നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വാട്ടം അതിന് തോന്നി. അപ്പം എനിക്ക് തോന്നി അത്ര ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കരുത്. പിന്നെ പെട്ടെന്ന് തന്നെ ചെടി ഫ്ലവറും അതുപോലെ തന്നെ ഈ ഇലകളൊക്കെ ഒന്ന് ഡള്ളായിപ്പോവും. ഈവൻ വെള്ളപ്പം നല്ലോണം വെള്ളമുണ്ട്, പക്ഷെ ഈവൻ അങ്ങനെ ആയാൽ കൂടിയിട്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചെടിക്ക് ഒരു ഡൾനെസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നിപ്പോൾ ഒരു ചെടി കണ്ടോ നന്നായിട്ട് ഡള്ളായിട്ടുണ്ട്. ഇന്നലെ ഇതിന്റെ സ്റ്റേജൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഡെഡ് ഹെഡിങ് ആണ് മെയിൻ ആയിട്ട്. അതായത് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടോ ഒരു ബ്രൗണിങ് പോലെ കണ്ടോ, ഈ ഒരു തണ്ട് ഈ ഒരു സ്റ്റെമ്മിന്റെ മേലെ ഒരു ബ്രൗണിങ് സംഭവിച്ചിട്ടുണ്ട്. അതിന് മെയിൻ ആയിട്ട് എന്താ പ്രശ്നം വെച്ചാൽ, ഞാൻ ഈ ഒരു പൂവ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ സാധാരണ നമുക്കൊരു പ്രവണതയാണ് നമ്മൾ കൈനെ കൊണ്ട് തന്നെ നുള്ളി മാറ്റുക എന്നുള്ളൊരിതാണ്. അപ്പം ഇങ്ങനെ നുള്ളി മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇവിടെ മുതൽ
ഈ താഴെ വരെ ഈ ഒരു ചീച്ചിൽ വന്നു. അന്നേരം ഒന്നും നമ്മൾ കാണില്ല, പച്ച കളർ തന്നെ ആയിരിക്കും അതിന്റെ സ്റ്റെം ഉണ്ടാവുക. പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ ഈ ഒരു ചീച്ചിൽ താഴത്തേക്ക് വരെ എത്തും. അപ്പോൾ ഒരിക്കലും നമ്മളൊരു പൂവ് ഒരു ബ്രൗൺ ആയി കഴിഞ്ഞ ശേഷം നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്രിക വെച്ചിട്ട് അതിന്റെ സ്റ്റെമ്മിന്റെ അടിയിൽ കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ആ ഒരു ബ്രൗണിങ് താഴത്തേക്ക് വന്നിട്ട് ആ ചെടി കേടായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഡെഡ് ഹെഡിങ്. അത് വളരെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പൂവ് ശരിക്കും വാടിയിട്ടുണ്ട്, അത്യാവശ്യം വാടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂവ് ഇനി ഇങ്ങനെ വെച്ചേച്ച് കഴിഞ്ഞാൽ ചെടിക്ക് എന്താ പറയുക, സ്ട്രെയിൻ ആണ്. അപ്പം ഈ എനർജി മുഴുവൻ ഈ ഒരു തണ്ട് സ്റ്റെമ്മിന്റെ അകത്തേക്ക് തന്നെയായിരിക്കും ചെടി പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ നുള്ളി മാറ്റാതെ, അങ്ങനെ ചെയ്യാതെ ശരിക്കും നമ്മൾ ഇതാ കണ്ടോ, ഈ ഒരു താഴത്തെ തട്ടത്ത് നിന്ന് തന്നെ ഈ ഒരു സംഗതി കട്ട് ചെയ്യുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ചെടിക്ക് ആ സ്ട്രെയിൻ ഒഴിവായി കിട്ടും. അപ്പോൾ കൂടുതൽ നമുക്ക് ബ്ലൂംസും കിട്ടും. പെട്ടെന്ന് ബ്ലൂംസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരിക്കലും പിഞ്ച് ഓഫ് ചെയ്യരുത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് കെയർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ചെടി നമുക്ക് നിലനിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ വെള്ളം ഒഴിക്കുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെള്ളം ഒഴിക്കുന്ന, ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാ ചെടികളും ഒരുമിച്ചാണ് വെള്ളം നനയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെടി ഇവിടെ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, മിസ്റ്റിംഗ് ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പൊതുവെ എങ്ങനെയായാലും ചെടീൻ്റെ ഇലേൻ്റെ മേലേക്ക് എങ്ങനെയെങ്കിലും വെള്ളമൊക്കെ വീഴും. അപ്പം നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും, കണ്ടോ, പെട്ടെന്ന് തന്നെ ഇങ്ങനെ ബ്രൗണിങ് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നതും വെള്ളം നനയ്ക്കുന്നത് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇപ്പം ഇങ്ങനെ ഓട്ടയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വെള്ളം ഒഴിക്കാതെ ഇതിന് സ്പെഷ്യലായിട്ട് കുറച്ചൊരു കപ്പിലെടുത്തിട്ട് ഈ ഒരു കറക്റ്റ് പോട്ടിംഗ് മിക്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നനയ്ക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ചെടിയുടെ ആയുസിന് നല്ലത്. മറ്റെപ്പോഴും വേഗം ഭംഗി ഉണ്ടാവില്ല, ഇലകളൊക്കെ കാണാൻ ഈ ഒരു ഫിനിഷിങ് കിട്ടില്ല. ഓട്ടോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തീരെ ഭംഗി കുറഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഇനി നമുക്ക് റീപോർട്ട് ചെയ്യുന്നൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്താൽ കേടായതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ അത് വളരെ കുഞ്ഞു പോട്ടിൽ വന്നത് കാരണം മാത്രമാണ് ഞാൻ റീപോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ റീപോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത്രയും കുഞ്ഞു പോട്ടിലാണ്. പിന്നെ ചെടി അത്യാവശ്യം വലിയ സൈസായി. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ഇലകൾ കണ്ടോ, വളരെ ഭയങ്കര വലുത് ഹ്യൂജ് ആയിട്ടുള്ള ഇലകളാണ്. പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അത്ര ശക്തിയൊന്നുമില്ല. അപ്പം അതാണ് കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ്. നിങ്ങൾ കണ്ടില്ല, റൂട്ട്സൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള റൂട്ട്സാണ്. അപ്പം നമ്മൾ ഈ ഒരു അവരുടെ പോട്ടിംഗ് മിക്സ് അനക്കാതെ അതൊന്നും ചെയ്യേണ്ട, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുന്നേ ഉള്ളൂ. അതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചകിരിച്ചോറ്, പെർലൈറ്റ്, കുറച്ച് മണൽ, കുറച്ച് ചാണകപ്പൊടി, ഇത് മാത്രം. ഇനി പെർലൈറ്റ് ഇല്ല വെച്ചിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെർലൈറ്റ് ജസ്റ്റ് ഒരു എയറേഷന് വേണ്ടിയിട്ടാണ്. അത് നല്ലതാണ് പ്ലാന്റ്സിന്. പൊതുവെ എല്ലാ പ്ലാന്റ്സിനും നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് പ്ലാന്റ്സിന് നമുക്ക് പെർലൈറ്റ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ജസ്റ്റ് ഇതാ അങ്ങനെ പോട്ട് ഫില്ല് ചെയ്തിട്ട്. അപ്പോൾ ഇത് നിർബന്ധമുള്ളൊരു കാര്യമല്ല കേട്ടോ റീപോർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ അങ്ങനെ തന്നെ വെച്ചോളൂ, കുഴപ്പമില്ല. 2 മാസം വരെയൊക്കെ ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കുള്ളൂ. പിന്നെ അതിന് ശേഷം ചെടി ഒരു ഡോർമെൻസിയിലേക്ക് പോകും. ഈവൻ നമുക്ക് അതിൻ്റെ അകത്തേക്ക് മണ്ണ് ഫില്ല് ചെയ്യാൻ വരെ ബുദ്ധിമുട്ടുണ്ട്. ചില അത്രയും വലുതാണ്. അപ്പോൾ അത് പ്രത്യേകം കെയർഫുൾ ആവുക. പിന്നെ ഈ ഒരു മണ്ണൊക്കെ അതിൻ്റെ മേലേക്ക് ആവുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് തുടച്ചു കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വെള്ളം ഒഴിക്കേണ്ട കാര്യം വളരെ കെയർഫുൾ ആവുക. പിന്നെ നമ്മൾ കാണിച്ച എല്ലാ ചെടികളും തുരുതുരാ മുട്ടുകൾ കാണാം. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ആ പൂക്കൾ കട്ട് ചെയ്ത് നീറ്റായിട്ട് ഒഴിവാക്കുക. അപ്പോൾ ഡോർമൻസിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് റീഗ്രോ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് ലീഫ് പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ സ്റ്റെം പ്രൊപ്പഗേഷൻ വഴിയൊക്കെ നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആക്കിയിട്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കെയർ ഭയങ്കര ഒരു സംഭവമായിട്ടുള്ള കെയർ ഒന്നുമില്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ അത് വെക്കുന്ന പൊസിഷനും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മെയിൻ്റനൻസ്, അതായത് കേടായി കഴിഞ്ഞ പൂക്കളൊക്കെ അതിൻ്റെ കൃത്യ അളവിൽ തന്നെ അത് കട്ട് ചെയ്ത് നീറ്റാക്കി കൊണ്ടുനടക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ മാത്രമാണ് നന്നായിട്ട് മുട്ടുകളും വരുള്ളൂ. പിന്നെ നമുക്ക് യെല്ലോയിങ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ വെള്ളം കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ വെള്ളം കൂടിയിട്ടോ ആണ് ആ ഒരു യെല്ലോയിങ് സംഭവിക്കുക ലീവ്സിന്. അപ്പോൾ നമ്മൾ ഹെൽത്ത്, ആ ചെടിയുടെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ലീവ്സ് കാണുമെങ്കിൽ തീർച്ചയായിട്ടും എന്താ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഹെൽത്ത് നിൽക്കും, നല്ല ഭംഗിയായിരിക്കും, ഗ്രീൻ ആയിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.